പ്രിയപ്പെട്ട NIOS വിദ്യാർത്ഥികളെ, NIOSന്റെ ഇക്കണോമിക്സിലെ 10ാമത്തെ അധ്യായം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായ കോറിലേഷൻ അനാലിസിസ് ആണ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ സഹബന്ധം എന്നാണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ തമ്മിൽ എത്രത്തോളം അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തീരെ ബന്ധമില്ല എന്ന പഠനമാണ് സഹബന്ധം അഥവാ കോറിലേഷൻ അനാലിസിസിൽ വിശകലനത്തിൽ നമ്മൾ പഠിക്കുന്നത്. മഴയും വിളവിൻ്റെ അളവും കാർഷിക വിളവിൻ്റെ അളവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം മഴ നന്നായി ലഭിച്ചാൽ വിളവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവ തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട്. ഇതുപോലെ തന്നെ മഴ നന്നായി കുറഞ്ഞാൽ വിളവും അതനുസരിച്ച് തന്നെ നന്നായി കുറയും എന്ന് നമുക്കറിയാം. അതായത് ഈ രണ്ട് കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് മഴയും വിളവും തമ്മിൽ ഒരു റിലേഷൻ സഹബന്ധം ഉണ്ട് എന്നാണ്. ലോകത്തിലെ പല കാര്യങ്ങളും തമ്മിൽ ഇങ്ങനെ റിലേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് വിലക്കയറ്റവും ആളുകൾ ആ സാധനം വാങ്ങിക്കുന്നതിൻ്റെ അളവും തമ്മിൽ ബന്ധമുണ്ട്. വിലക്കയറ്റം ഉണ്ടെങ്കിൽ ആളുകൾ അധികം വാങ്ങിക്കില്ല. അതായത് പ്രൈസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും. ഇത് എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സോ പ്രൈസും ഡിമാൻഡും ക്വാണ്ടിറ്റി പർച്ചേസ്ഡും തമ്മിൽ ബന്ധമുണ്ട്, റിലേഷൻ ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ തമ്മിൽ ബന്ധമില്ല. കുട്ടികളുടെ പൊക്കവും അതുപോലെ തന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരവും അവരുടെ ബുദ്ധിശക്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഉള്ളതായി ഇതുവരെ ശാസ്ത്രീയ പഠനങ്ങളിലൊന്നും പറയുന്നില്ല. അതായത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബന്ധം ഇല്ല ആ കാര്യത്തിൽ. സോ നോ കോറിലേഷൻ. അപ്പോൾ നല്ല കോറിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കോറിലേഷൻ പൂർണ്ണമാണ് എന്ന് പറയും. തീരെ കോറിലേഷൻ ഇല്ല എങ്കിൽ കോറിലേഷൻ തീരെ ഇല്ല അഥവാ കോറിലേഷൻ 0 എന്ന് പറയും. ഈ ആശയമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് സംഖ്യയായി കണക്കുകൂട്ടി വ്യത്യസ്ത രണ്ട് കാര്യങ്ങളിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ എത്രമാത്രം ശക്തമാണ്, ദൃഢമാണ്, അല്ലെങ്കിൽ തീരെ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കോറിലേഷനേ ഉള്ളോ, എങ്കിൽ ഉയരുന്ന കോറിലേഷനാണോ താഴ്ന്ന കോറിലേഷനാണോ, അത് രണ്ട് തരം. നമുക്ക് ഉയരുന്ന കോറിലേഷനെ പോസിറ്റീവ് കോറിലേഷനും താഴ്ന്ന അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരേ ദിശയിലേക്ക് ആണ് രണ്ട് കാര്യങ്ങളും ഉയരുന്നതെങ്കിൽ അല്ലെങ്കിൽ സഞ്ചാരമെങ്കിൽ മാറ്റമെങ്കിൽ രണ്ട് കാര്യങ്ങളുടെയും സഞ്ചാരം അല്ലെങ്കിൽ മാറ്റം ഒരേ ദിശയിലേക്കാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള മാറ്റം എതിർ ദിശയിലാണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയും. അതായത് പ്രൈസും ഡിമാൻഡും അങ്ങനെയാണ്. വില ഉയരുമ്പോൾ ഡിമാൻഡ് താഴുകയാണ് ചെയ്യുന്നത്. സോ അവ തമ്മിൽ എതിർ ദിശയിലാണ് സഞ്ചാരം. ഒന്ന് ഉയരുമ്പോൾ അതിൻ്റെ കൂടെയുള്ള മറ്റേ അളവ് ഡിമാൻഡ്, പ്രൈസ് ഉയരുമ്പോൾ ഡിമാൻഡ് താഴുകയാണ്, എതിർദിശയിലാണ് സഞ്ചാരം. അപ്പോൾ അത് നെഗറ്റീവ് കോറിലേഷനാണ്. എന്നാൽ മഴയുടെയും വിളവിൻ്റെയും കാര്യത്തിൽ അങ്ങനെയല്ല. മഴ കൂടുമ്പോൾ വിളവ് കൂടുകയാണ്, അപ്പോൾ പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷനാണോ നെഗറ്റീവ് കോറിലേഷനാണോ, കോറിലേഷൻ തീരെ ഇല്ല 0 അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പോസിറ്റീവ് കോറിലേഷനാണോ, അല്ലെങ്കിൽ വളരെ കൂടിയ പോസിറ്റീവ് കോറിലേഷനാണോ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നെഗറ്റീവ് കോറിലേഷനാണോ, വളരെ കൂടിയ നെഗറ്റീവ് കോറിലേഷനാണോ എന്നിങ്ങനെയൊക്കെ അനുസരിച്ച് കോറിലേഷൻ പലതരമുണ്ട്, സഹബന്ധം പലതരമുണ്ട്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ കണക്ടിവിറ്റി, ആ ബന്ധം എത്രമാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഈ ആശയങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോറിലേഷനെ സൂചിപ്പിക്കുന്ന അക്ഷരം സ്മോൾ ലെറ്റർ R ആണ്. കോറിലേഷൻ്റെ സൂചനാ കോഡ് ഏതാണ്? സ്മോൾ ലെറ്റർ R ആണ്. അതിൻ്റെ റേഞ്ച് പരമാവധി താഴ്ന്നാൽ -1 വരെ താഴാം, പരമാവധി ഉയർന്നാൽ +1 വരെ. 0നും -1നും ഇടയിലുള്ള കോറിലേഷനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 0നും +1നും ഇടയിലുള്ള കോറിലേഷനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന വാക്കുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് കോറിലേഷൻ തന്നെ 0 കഴിഞ്ഞ് ഉടനെ ഉള്ള +1 അങ്ങനെയൊക്കെ ആണെങ്കിൽ വളരെ ദുർബലമായ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. എന്നാൽ +9 ഒക്കെ ആകുമ്പോൾ 8, 9 എന്നിവയൊക്കെ ആകുമ്പോൾ വളരെ ശക്തമായ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷനാണ് ഈ ഭാഗത്തെത്തുമ്പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം നെഗറ്റീവ് കോറിലേഷൻ ഇതുപോലെ തന്നെയാണ്. 0 കഴിഞ്ഞിട്ട് 0ൻ്റെ തൊട്ട് താഴെയുള്ള -1, -2, -3 എന്നിവയൊക്കെ വളരെ വീക്കായ നെഗറ്റീവ് കോറിലേഷനാണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങേ അറ്റത്ത് കാണുന്ന -8, -9, -10 എന്നിവയൊക്കെ വളരെ സ്ട്രോങ് ആയ നെഗറ്റീവ് കോറിലേഷനാണ് കാണിക്കുന്നത്. സോ കോറിലേഷൻ തീരെ ഇല്ല എങ്കിൽ 0 എന്ന പോയിൻ്റാണ് കാണിക്കുക. അപ്പോൾ കോറിലേഷൻ എപ്പോഴും -1നും +1നും ഇടയ്ക്കായിരിക്കും എന്നർത്ഥം. എന്നാൽ
കോറിലേഷൻ 1.5 ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടിയ ഉത്തരം തെറ്റാണ്. 1.5 എന്ന ഒരു ഉത്തരം ഒരിക്കലും ഒരു കോറിലേഷൻ്റെ കണക്കിൽ ഒരു കുട്ടിക്ക് കിട്ടില്ല. നെഗറ്റീവ് 1.5 ആണെന്ന് പറഞ്ഞാലോ അപ്പോഴും ആ കുട്ടിക്ക് കിട്ടിയ ഉത്തരം തെറ്റാണ്. കാരണം 1.5 നെഗറ്റീവ് 1.5 വരാൻ സാധ്യതയില്ല. കാരണം 1 ആണ് പരമാവധി. നെഗറ്റീവും ആണെങ്കിലും അതെ, പോസിറ്റീവ് ആണെങ്കിലും അതെ. അതിനേക്കാൾ കൂടിയ 5 കൊറിലേഷൻ ആൻസർ കിട്ടി എന്നോ 15 100 കൊറിലേഷൻ ആൻസർ കിട്ടി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ആ ഉത്തരമെല്ലാം തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിക്കേണ്ടി വരും. അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ റേഞ്ച് എങ്ങനെയുള്ളതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. അതേസമയം 0.2 0.4 വരെയുള്ളതൊക്കെ ആണെങ്കിൽ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. അതേസമയം 0.0 ആണെങ്കിൽ അതിന് നോ കോറിലേഷൻ. 0.1 0.2 ഒക്കെ ആണെങ്കിൽ കോറിലേഷൻ ആയിട്ട് വളരെ നിസ്സാരം, നെഗ്ലിജിബിൾ കോറിലേഷൻ എന്നാണ് പറയുന്നത്. ഇനി 0.2 0.4 ഒക്കെ ആണെങ്കിൽ ലോ ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. 0.4 മുതൽ 0.6 വരെ ഉള്ള കോറിലേഷനെ നമ്മൾ മോഡറേറ്റ് ഡിഗ്രി ഓഫ് കോറിലേഷൻ എന്നാണ് പറയുന്നത്. 0.6നും 0.8നും ഒക്കെ ഇടയിലുള്ളതാണെങ്കിൽ അത് അത്യാവശ്യം മാർക്ക് ചെയ്യാവുന്ന കോറിലേഷൻ തന്നെയാണ് എന്നർത്ഥം. എന്നാൽ 0.8 0.9 0.10 ഇല്ല, ഓക്കെ, 1 എന്നുള്ളത് 0.8 0.9 കഴിഞ്ഞാൽ പിന്നെ 1 ആണല്ലോ. 0.10 എന്ന് പറയുമ്പോൾ 1 ആണ്. 0.10 വരുന്നില്ല, 1.0 ആണ് വരുന്നത്. അപ്പോൾ ഹൈ കോറിലേഷനാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോറിലേഷനെ നമ്മൾ ഏകദേശ ബേസിക്കായ കാര്യങ്ങൾ ഇത് മനസ്സിലാക്കിയാലാണ് ഈ ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യപ്പെടുന്ന ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കോറിലേഷനെ അളക്കാനായിട്ട് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് ഉണ്ട്, കാൾ പിയേഴ്സൻ്റെ മെത്തേഡ് ഉണ്ട്, റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉണ്ട്. സ്പിയർമാൻ എന്ന സയൻറ്റിസ്റ്റിൻ്റെ റാങ്ക് കോറിലേഷൻ മെത്തേഡ് ഉണ്ട്. കാൾ പിയേഴ്സൺ എന്ന സയൻറ്റിസ്റ്റിൻ്റെ വേറൊരു മെത്തേഡ് ഉണ്ട്, ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. സ്പിയർമാന് റാങ്ക് കോറിലേഷൻ വേറൊരു രീതിയാണ്, വേറൊരു ഫോർമുലയാണ്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ചേഞ്ച് ഇൻ ദ സെയിം ഡയറക്ഷൻ. മഴയും ഉയരുന്നു കൂടുന്നു, വിളവും കൂടുന്നു, രണ്ടും കൂടുന്നു എന്നാണ് പറഞ്ഞത്. ഒരേ ദിശയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. സേ നെഗറ്റീവ് കോറിലേഷൻ മീൻസ് ചേഞ്ച് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം എതിർ ദിശയിലാണെന്നർത്ഥം. അതായത് വില ഉയരുമ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസും ഡിമാൻഡ് തമ്മിലുള്ള കോറിലേഷൻ ഇതുപോലെയാണ്, നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ്റെ മീനിങ് എന്താ? കോറിലേഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പോൾ കോറിലേഷൻ എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ ഒരു വരി പഠിച്ചിരിക്കണം. കോറിലേഷൻ ടെൽസ് ഹൗ വൺ വേരിയബിൾ ചേഞ്ച് വെൻ അനദർ വേരിയബിൾ ചേഞ്ചസ്. ഒരു വേരിയബിൾ, ഇപ്പോൾ ഉദാഹരണം മഴയുടെ അളവ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വിളവിൻ്റെ അളവ് മറ്റൊരു വേരിയബിളാണ്. മഴയുടെ അളവിനെ എക്സ് എന്നും സങ്കല്പിക്കാം, വിളവിൻ്റെ അളവിനെ വൈ എന്നും സങ്കല്പിക്കാം. അപ്പോൾ എക്സ് വേരി ചെയ്യുമ്പോൾ, വേരി ചെയ്യുക മാറുക, മഴയുടെ അളവ് മാറുമ്പോൾ ക്രോപ്പ് അഥവാ വിളവിൻ്റെ അളവ് അതും മാറുന്നുണ്ട്. എങ്ങനെയാണ് അത് മാറുന്നത് എന്നത് അളക്കുകയാണ് കോറിലേഷൻ ചെയ്യുന്നത്. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഒരാളുടെ ഇൻകം അതുപോലെ തന്നെ കൂടുകയാണെങ്കിൽ, ഉയരുന്നതായിട്ടാണ് മുകളിലേക്ക് ആരോ കാണിച്ചിരിക്കുന്നത്. ഇൻകം ഉയരുകയാണെങ്കിൽ അയാളുടെ ഉപഭോഗം, അയാൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിൻ്റെ അളവ് തീർച്ചയായിട്ടും ഉയരും. അത് പോസിറ്റീവ് കോറിലേഷനാണ് കാണിക്കുന്നത്. ഒരു സാധനങ്ങളുടെ വില ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിമാൻഡ് താഴും. വില ഉയരുമ്പോൾ ഡിമാൻഡ് താഴും, അത് നെഗറ്റീവ് കോറിലേഷനാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ആവും. ഇനി റെയിൻഫോൾ ഉയരുമ്പോൾ, തീർച്ചയായും മഴ ഉയരുമ്പോൾ വരൾച്ച ആണ് സംഭവിക്കുക. മഴ ഉയരുമ്പോൾ വരൾച്ച ആണ് സംഭവിക്കുക എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുന്നത്? നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് പറയുന്നത്, അല്ലേ? കാരണം മഴ ഉയരുമ്പോൾ വരൾച്ച സംഭവിക്കില്ല, വരൾച്ച കുറയുകയാണ് ചെയ്യുന്നത്, വരൾച്ചയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നെഗറ്റീവ്. കാരണം ഒരു പ്രദേശത്ത് കൂടുതൽ മഴ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രദേശത്ത് വരൾച്ച കുറഞ്ഞു, ഡ്രോട്ട് കുറഞ്ഞു എന്നർത്ഥം. ഇനി മഴ കൂടുമ്പോൾ അതേസമയം ഭക്ഷ്യവിള ഉൽപ്പാദനമോ ക്രോപ്പ് പ്രൊഡക്ഷനോ തീർച്ചയായിട്ടും ഉയരുകയാണ് ചെയ്യുന്നത്. രണ്ടും ഒപ്പത്തിനൊപ്പം ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന കോറിലേഷൻ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, എതിർ ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന കോറിലേഷൻ ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോറിലേഷൻ പൊതുവെ എത്ര തരം എന്ന് ചോദിക്കാം. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ട് വേരിയബിൾസും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന കോറിലേഷനാണ് പോസിറ്റീവ് കോറിലേഷൻ. എക്സാമ്പിൾ പറഞ്ഞു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വരുമാനവും ചെലവും. ഒരാളുടെ വരുമാനം ഉയരുമ്പോൾ ചെലവും ഒപ്പത്തിനൊപ്പം ഉയരുകയാണ് കാണിക്കുക. മഴയും
അതുപോലെ തന്നെ വിളവിൻ്റെ ഉൽപ്പാദനവും അതും ഉയരുകയാണ് ഒപ്പത്തിനൊപ്പം കാണിക്കുന്നത്. ഇത് രണ്ടും പോസിറ്റീവ് കോറിലേഷൻ എക്സാമ്പിളാണ്. നെഗറ്റീവ് കോറിലേഷൻ ആണ് രണ്ടാമത്തെ ടൈപ്പ്. ഏതാണത്? അതായത് വേരിയബിൾസ് ബോത്ത് വേരിയബിൾസ് മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എക്സാമ്പിൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പ്രൈസ് ഉയരുമ്പോൾ വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഫോൾസ്. ഇത് കാണിക്കുന്നത് ഈ പ്രൈസ് ഡിമാൻഡ് എന്നീ രണ്ട് വേരിയബിളുകൾ അവ നെഗറ്റീവ് ഡയറക്ഷനിലാണ് എന്നർത്ഥം. എന്നാൽ മൂന്നാമത്തെ ടൈപ്പ് സീറോ കോറിലേഷൻ. സോ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ, മൂന്ന് ടൈപ്പ് കോറിലേഷൻ ആണ്. നോ കോറിലേഷൻ ഓർ നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇനി കോറിലേഷൻ്റെ ഡിഗ്രിയെ നമ്മൾ എങ്ങനെയാണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ +1, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ -1, നോ കോറിലേഷൻ ആണെങ്കിൽ 0. ഇതാണ് നമ്മൾ പറയുക. കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വാല്യൂ എപ്പോഴും -1നും +1നും ഇടയിലാണ്. വി ക്യാൻ സീ ദാറ്റ് ദി വാല്യൂ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് സ്റ്റഡി ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് സ്കാറ്റർ ഡയഗ്രം മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്, പ്ലോട്ട് പോയിന്റ്സ് ഓൺ ഗ്രാഫ്. ഗ്രാഫിക്കൽ മെത്തേഡാണത് സ്കാറ്റർ ഡയഗ്രം മെത്തേഡ്. ഗ്രാഫിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചിട്ട് അതിൽ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കോർഡിനേറ്റ്സ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും നേരെ നേരെ നോക്കിയിട്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്കാറ്റർ ഡയഗ്രം മാർക്ക് ചെയ്യുന്നു. ആ പ്ലോട്ടുകൾ പോകുന്നതിൻ്റെ ആ ഡയറക്ഷൻ വെച്ചിട്ട് അവ തമ്മിൽ എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അത് പോസിറ്റീവ് കോറിലേഷൻ ആണോ, ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണോ, അല്ലെങ്കിൽ നോ കോറിലേഷൻ ആണോ എന്ന്. അവിടെ ചിതറി കിടക്കുന്ന രീതിയിലാണ് സ്കാറ്റർ ഡയഗ്രം കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നോ കോറിലേഷൻ എന്നാണ് അർത്ഥം. അതേസമയം ഒരു ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് ഉയരുന്ന രീതിയിലാണ് ആ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തത് കാണുന്നതെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതേസമയം പോയിന്റ്സ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് ആണ് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനിന് സമാനമായ രീതിയിലാണ് മൂവ്മെൻ്റ് എങ്കിൽ നമുക്ക് പറയാം അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. സോ കാൾ പിയേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ സൂചിപ്പിക്കുന്ന അദ്ദേഹം നൽകിയിരിക്കുന്ന കോഡ് സ്മോൾ ലെറ്റർ R ആണ്. അത് ഓർത്തിരിക്കുക. ഇത് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ അക്ഷരം സ്മോൾ ലെറ്റർ R ആണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ അക്ഷരം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊതുവെ ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാൾ പിയേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കുന്ന രീതി. അതിന് അതിൻ്റെതായ ഫോർമുലയുണ്ട്. അത് കോറിലേഷൻ്റെ ഡിഗ്രിയെ അളക്കുന്നു, അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് തിരിച്ചറിയുന്നു. അതിൻ്റെ സിമ്പിൾ R ആണ്. സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ ആണ്. അത് ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്ന ഡാറ്റ റാങ്ക്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, അങ്ങനെ റാങ്ക് ചെയ്ത് തന്നിരിക്കുന്ന ഡാറ്റകൾക്കാണ് ഇത് അനുയോജ്യമായിട്ടുള്ള സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ മെത്തേഡ്. കാൾ പിയേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഫോർമുല പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. R = സിഗ്മ XY ഡിവൈഡഡ് ബൈ √σx² ഇൻറ്റു സിഗ്മ y² എന്ന്. ഓക്കെ, അപ്പോൾ എക്സ് വേരിയബിൾ എന്താണ്? മഴയുടെ അളവാകാം. വൈ വേരിയബിൾ ചിലപ്പോൾ വിളവിൻ്റെ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ അളവാകാം. അപ്പം അവ തമ്മിൽ ഗുണിച്ചതിന് ശേഷം പല കാലഘട്ടങ്ങളിലെ ആ മഴയുടെയും വിളവിൻ്റെയും അവ എക്സും വൈയും തമ്മിൽ ഗുണിച്ചതിന് ശേഷം അവയുടെ തുക കാണുക. അതാണല്ലോ സിഗ്മ XY എന്ന് പറയുക. അപ്പോൾ എക്സ് വൈയുടെ കോളം കാണണം, x² കോളം കാണണം, y² കോളം കാണണം. എന്നിട്ടൊക്കെയാണ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഫോർമുല മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. പരീക്ഷയ്ക്ക് സാധാരണ വേറൊരു ഓൾട്ടർനേറ്റീവ് ഫോർമുല ഉപയോഗിക്കാറുണ്ട്. അതും നോക്കാം നമുക്ക്. R = അത് R എന്ന് പറഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് n സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഓൾ ഡിവൈഡഡ് ബൈ. ഇങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഡിവൈഡഡ് ബൈ വരുന്നതുകൊണ്ടാണ് ഓൾ ഡിവൈഡഡ് ബൈ, എല്ലാത്തിനെയും ഹരിക്കണം. √n സിഗ്മ X² മൈനസ് സിഗ്മ X (² ഇൻറ്റു √n സിഗ്മ Y² മൈനസ് സിഗ്മ Y (²). ഓക്കെ, അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ 2 സ്ക്വയർ ബ്രാക്കറ്റുകൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫോർമുലയും ബൈ ഹെർട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഫോർമുല അറിഞ്ഞാലാണ് നമുക്ക് കണക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ മറ്റൊരു ഫോർമുല സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ ഫോർമുലയാണ്. റാങ്ക് കോറിലേഷൻ കാണാനായിട്ട് R, ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഉപയോഗിക്കുന്നത്. =1 - 6 സിഗ്മ d² ഡിവൈഡഡ് ബൈ n ഇൻറ്റു n² - 1 എന്നാണ് ഫോർമുല. സോ ഡി എന്താണ് എന്ന് ചോദിച്ചാൽ റാങ്കുകൾ തന്നിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, പല ആൾക്കാർക്ക് പല കാര്യങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം ഉയർന്നത് താഴ്ന്നത് എന്നതിനനുസരിച്ച് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കണം നമുക്കറിയാം. സോ റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡി എന്ന അക്ഷരം ഉപയോഗിക്കുന്നത്. n എന്ന് പറയുന്നത് ഈ ഫോർമുലയിലെ n എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 5 ഐറ്റം ആണോ ഉള്ളത്, 6 ഐറ്റം ആണ്? ആ ഐറ്റത്തിൻ്റെ നമ്പറാണ്. സോ റാങ്കിങ് പ്രോബ്ലംസിലാണ് ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. കോറിലേഷൻ്റെ ഈ ഇൻ്റർപ്രിട്ടേഷൻ വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു,
പോസിറ്റീവ് 1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, 0യ്ക്കും പോസിറ്റീവ് 1നും ഇടയ്ക്കാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ എന്ന് മൊത്തത്തിൽ പറയാം. 0 ആണെങ്കിൽ നോ കോറിലേഷൻ എന്ന് പറയാം. 0യ്ക്കും നെഗറ്റീവ് 1നും ഇടയ്ക്കാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പൊതുവെ പറയാം. നെഗറ്റീവ് 1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇങ്ങനെയാണ്. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കോറിലേഷൻ കാണിക്കുന്നത് അസോസിയേഷൻ ആണ്. ആർ അഥവാ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഒരിക്കലും കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതൽ വരില്ല. അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. ഇഫ് വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ് ആർ ഈക്വൽ ടു 0, ഒരു തരത്തിലും ബന്ധമില്ല. എക്സ് വേരിയബിളും വൈ വേരിയബിളും തമ്മിൽ ഒരു ബന്ധവും കാണിക്കില്ല, പരസ്പരം സ്വതന്ത്രമായി തോന്നിയ പോലെയാ പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആർ കോറിലേഷൻ കോഎഫിഷ്യന്റ് അഥവാ ആർ സ്മോൾ ലെറ്റർ ആർ കൊണ്ട് ഉപയോഗിക്കുന്ന ആ കോഡ് അത് ഒന്നുമില്ല, കോറിലേഷൻ ഇല്ല, ആ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്നാണ്. ഇനി സ്ട്രോങ് കോറിലേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, +1 അല്ലെങ്കിൽ -1, പ്ലസ് ഓർ -1 എന്നാണ് പറയുക. പോസിറ്റീവ് 1 അല്ലെങ്കിൽ നെഗറ്റീവ് 1 ആവാം, ഏതും ആവാം. ഇനി നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യേണ്ടിയിരിക്കുന്നു, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഉദാഹരണം, ഒരു കുട്ടി പഠിക്കുന്ന മണിക്കൂറുകളും മാർക്കുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. പഠിക്കുന്ന മണിക്കൂർ കൂടുകയാണെങ്കിൽ മാർക്കുകളും അതിനനുസരിച്ച് ഉയരാനാണ് ചാൻസ് സാധാരണഗതിയിൽ. ഇനി പഠിക്കുന്ന മണിക്കൂർ കുറയുകയാണെങ്കിൽ മാർക്ക് കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് അപ്പോൾ രണ്ടും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണ്. സ്റ്റഡി അവേഴ്സ് ഉയർന്നാൽ മാർക്ക് ഉയരും. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷൻ ആണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ പ്രൈസും ഡിമാൻഡും, അത് എക്കണോമിക്സിൽ നമ്മൾ ഒത്തിരി തവണ പഠിച്ചാണ്. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ളത്. പ്രൈസ് ഉയരുമ്പോൾ ഡിമാൻഡ് താഴും, അപ്പോൾ അവ തമ്മിൽ എതിർദിശയിലാണ് സഞ്ചാരം, അതുകൊണ്ട് നെഗറ്റീവ് കോറിലേഷൻ. കുട്ടികൾ, ഒരു 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റും അവരുടെ ബുദ്ധിശക്തിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ഹൈറ്റ്, ഇൻ്റലിജൻസ് എന്നിവ തമ്മിൽ ശാസ്ത്രീയമായി ബന്ധമില്ല എന്ന് നമുക്കറിയാം, അതുകൊണ്ട് നോ കോറിലേഷൻ. ഇനി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പലതരം ചോദ്യങ്ങൾ ചോദിക്കാം, അതിൽ തിയറി ചോദ്യങ്ങളും ഉൾപ്പെടാം. ഡിഫൈൻ കോറിലേഷൻ, എന്താണ് കോറിലേഷൻ? ടൈപ്സ് ഓഫ് കോറിലേഷൻ, എത്ര തരം കോറിലേഷൻ ഉണ്ട്, സഹബന്ധമുണ്ട്. കാൾ പിയേഴ്സൻ്റെ ഫോർമുല അതെന്താണ്, സ്പിയർമാൻ്റെ ഫോർമുല എന്താണ് ചോദിക്കാം. ഇനി സ്മോൾ ലെറ്റർ ആർ അഥവാ ഇത് കോറിലേഷൻ്റെ കോഡാണല്ലോ സ്മോൾ ലെറ്റർ ആർ, അതിൻ്റെ വാല്യൂവിനെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ആറിൻ്റെ വാല്യൂ +1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, ആറിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നോ കോറിലേഷൻ. ഓക്കെ. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട സംഖ്യകൾ വെച്ചിട്ടുള്ള കണക്കുകൾ ചെയ്യാനും ചോദിക്കാം. അതുപോലെ തന്നെ പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൻ്റെ കണക്കുകൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു.